ദേവപഞ്ചമി ഭാഗം 22. ആ സമയത്താണ് അരുന്ധതി ആര്യനെ കാണുന്നത്. അവളുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു. അതേസമയം അവന്റെ കൂടെ നടക്കുന്ന പെണ്ണിനെ കണ്ടതും അവളുടെ മുഖം ഇരുണ്ടു. അവളുടെ മുഖം മാറിയത് കണ്ട് അങ്ങോട്ട് നോക്കിയ ബ്രഹ്മദത്തനും കണ്ടു ഒരുമിച്ച് നടന്നു വരുന്ന ആര്യവീറിനെയും ദേവപഞ്ചമിയെയും അവൾ എടുത്തിരിക്കുന്ന കുഞ്ഞിനെയും. ആ സമയം ആര്യനും ബ്രഹ്മദത്തനെയും അരുന്ധതിയെയും കണ്ടു. എന്നാൽ കുഞ്ഞിനോട് സംസാരിച്ചുകൊണ്ട് കുഞ്ഞിനെ കളിപ്പിച്ചും കൊഞ്ചിച്ചും വരുന്ന ദേവപഞ്ചമി കണ്ടില്ലായിരുന്നു. പെട്ടെന്ന് ആര്യവീർ അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു. പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ അവൾ ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. എന്നാൽ അപ്പോഴും ഇടത് കൈയിലെ ഫോണിലേക്ക് നോക്കി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്ന ആര്യനെ അവൾ നോക്കിക്കൊണ്ടാണ് നടന്നത്. എന്നെ നോക്കാതെ നേരെ നോക്കി നടക്ക്, അവൻ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞതും അവൾ പെട്ടെന്ന് തന്നെ മുഖം മാറ്റി. ചെറിയൊരു പുഞ്ചിരി ചുണ്ടിൽ വന്നുകൊണ്ട് അവൾ നേരെ നോക്കി നടന്നു. എന്നാൽ അവളുടെ മുഖത്ത് വിരിഞ്ഞ ആ പുഞ്ചിരി അത് ബ്രഹ്മദത്തനും അരുന്ധതിയും വ്യക്തമായിട്ട് കാണുകയും ചെയ്തു. അവർ നടന്ന് അടുത്ത് എത്താറായതും അവർക്ക് മുന്നിലായി അരുന്ധതി വന്നു നിന്നു. അത് പ്രതീക്ഷിച്ചതുപോലെ ഒരു പുച്ഛച്ചിരിയോടെ ആര്യൻ മുഖമുയർത്തി നോക്കി. എന്താണ് പുലിക്കാട്ടിൽ ആര്യവീർ, കണ്ടിട്ടും കാണാത്തതുപോലെ പോകുന്നത്? അരുന്ധതി ചോദിച്ചതും അപ്പോഴും ഒന്നും മിണ്ടാതെ അവൻ മുന്നിൽ നിൽക്കുന്ന അരുന്ധതിയെയും ബ്രഹ്മദത്തനെയും നോക്കി. തങ്ങൾക്ക് മുന്നിൽ തടസ്സമായി വന്നു നിൽക്കുന്ന ആളുകളെ കണ്ട പഞ്ചമി മുന്നിൽ നിൽക്കുന്ന സ്ത്രീയെ നോക്കി. പിന്നെ കൂടെയുള്ള ആളെയും നോക്കിയപ്പോൾ അയാൾ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് പഞ്ചമി കുറച്ചുകൂടി അവൾ ആര്യന്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു. അവൾക്ക് അയാളെ എവിടെയോ കണ്ട് പരിചയം ഉള്ളതുപോലെ തോന്നുന്നുണ്ടായിരുന്നു. അവൾ പിന്നെ ആര്യന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ നോട്ടം മുന്നിൽ നിൽക്കുന്ന ആ സ്ത്രീയുടെ കൂടെ വന്ന ആളിലാണ് എന്ന് അവൾക്ക് മനസ്സിലായതും അവളും അയാളെ നോക്കി. അപ്പോഴും തന്റെ മുഖത്ത് തന്നെയാണ് അയാളുടെ നോട്ടം എന്ന് മനസ്സിലായതും അവൾ പെട്ടെന്ന് തന്നെ മുഖം മാറ്റി. ഇതാണോ ആര്യവീറിന്റെ പുതിയ ഭാര്യ? ആ സ്ത്രീ ചോദിച്ചു. അത് കേട്ട് ആര്യൻ അവളെ കുറച്ചുകൂടി തന്റെ ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചു. ഇപ്പോ അവനിലേക്ക് പൂർണ്ണമായിട്ടും പറ്റിച്ചേർന്ന് നിൽക്കുകയാണ്. കൂടെ കയ്യിൽ കുഞ്ഞുമുണ്ട്. ആര്യൻ ഫോൺ പോക്കറ്റിലേക്ക് വെച്ചുകൊണ്ട് പഞ്ചമിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ എടുത്തു പിടിച്ചു. പിന്നെ പഞ്ചമിയെ ചേർത്ത് പിടിച്ചു. യെസ്, ഇതാണ് അരുന്ധതി, എൻ്റെ ഭാര്യ ദേവപഞ്ചമി ആര്യവീർ. ഇതെൻ്റെ മകൾ നാഗപഞ്ചമി ആര്യവീർ. രണ്ടുപേരും അവൻ കുറച്ച് കടുപ്പത്തിൽ തന്നെയാണ് പറഞ്ഞത് എന്ന് അവൾക്ക് മനസ്സിലായി. എന്നാൽ അരുന്ധതി എന്ന പേര് അവൻ വിളിച്ചപ്പോൾ പഞ്ചമിയുടെ മുഖത്ത് ഞെട്ടലായിരുന്നു. അവൾ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞിനെ നോക്കി. എന്നാൽ ആ സ്ത്രീ ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കുക കൂടി ചെയ്യുന്നില്ല എന്ന് അവൾ ശ്രദ്ധിച്ചു. അത് കണ്ടതും അവൾ ആഞ്ഞ് ദീർഘനിശ്വാസം വിട്ടു. ആ സ്ത്രീയുടെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകി. ആര്യന്റെ മുഖത്ത് തന്നെ നോക്കി നിൽക്കുന്നത് അവൾ കണ്ടു. ആര്യൻ അവളെ ചേർത്ത് പിടിച്ച് മുന്നിലേക്ക് നടക്കാൻ പോയതും ആര്യവീർ വീരേന്ദ്രനാഥ് എന്ന് ശബ്ദത്തിൽ വിളിച്ചു ആ സ്ത്രീയുടെ കൂടെയുണ്ടായിരുന്ന ആൾ. നീ ജയിച്ചു എന്ന് നിനക്ക് തോന്നുന്നുണ്ടാകും, പക്ഷേ യഥാർത്ഥത്തിൽ ജയിക്കുകയല്ല. എനിക്ക് നിന്നോടുള്ള പക കൂട്ടുകയാണ് നീ ചെയ്തത്. വലിയൊരു തെറ്റാണ് നീ ചെയ്തത്. ഇത്രയും നാളും നീ ചെയ്തത് എന്തും ഞാൻ മറക്കുമായിരുന്നു, പക്ഷെ ഇത് ഞാൻ മറക്കില്ല. ഞാൻ ആഗ്രഹിച്ചത് ഒന്നും ഇതുവരെ നേടാതെ ഇരുന്നിട്ടില്ല ആര്യവീർ ഞാൻ. അവൻ പറഞ്ഞുകൊണ്ട് ദേവപഞ്ചമിയെ നോക്കി. അവളുടെ മുഖം കുഞ്ഞ് ആര്യന്റെ കയ്യിൽ ഇരുന്നു കൊണ്ട് തന്നെ അവളുടെ കുഞ്ഞു കൈകൾ കൊണ്ട് കുഞ്ഞിന്റെ മുഖത്തേക്ക് തിരിച്ചു വെച്ചിരിക്കുകയായിരുന്നു. മുന്നിൽ നടക്കുന്നതൊന്നും മനസ്സിലാവാത്തത് കൊണ്ട് ശ്രദ്ധിക്കാത്തത് കൊണ്ട് കുഞ്ഞ് പഞ്ചമിയുടെ മുഖത്ത് പിടിച്ച് കളിക്കുകയായിരുന്നു. അവളുടെ ശ്രദ്ധ കുറച്ചു നേരത്തേക്ക് കുഞ്ഞിന്റെ മുഖത്ത് നിന്നും മാറിയത് കൊണ്ട് പരിഭവം തീർക്കുന്നതാണ് എന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവളും കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കുകയും കുഞ്ഞിന്റെ കുറുമ്പിന് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നത് ദേഷ്യത്തോടെയാണ് അരുന്ധതി കണ്ടു നിന്നത്. എന്നാൽ അവളുടെ മുഖത്തേക്ക് നോക്കുന്ന ബ്രഹ്മദത്തനെ നോക്കിക്കൊണ്ട് ആര്യൻ അവളെയും കുഞ്ഞിനെയും കൊണ്ട് നടന്നു. ഒന്നും മിണ്ടാതെ തങ്ങളെ അവോയ്ഡ് ചെയ്ത് നടന്നു പോകുന്ന ആര്യനോട് അവർക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. മുന്നോട്ട് നടന്നതും പെട്ടെന്ന് ആര്യൻ തിരിഞ്ഞു നിന്നു. ഇവൾ പുലിക്കാട്ടിൽ വീട്ടിൽ ആര്യവീർ സന്തോഷത്തോടെയും ആഗ്രഹത്തോടും കൂടി ആരുടെയും നിർബന്ധമില്ലാതെ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ച പെണ്ണാണ്. ഇവളല്ലാതെ മറ്റൊരു പെണ്ണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. ജീവിതത്തിൽ മാത്രമല്ല, എൻ്റെ ഹൃദയത്തിലും. ഇവളെ ഇനി മറ്റൊരു കണ്ണുകൊണ്ട് നോക്കിയാൽ ബ്രഹ്മമംഗലത്തെ ബ്രഹ്മദത്തെ നീ പിന്നെ ഈ ഭൂമിയിൽ വേണ്ട എന്ന്
ഈ ആര്യവീർ അങ്ങ് തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കിയിട്ടേ പിന്നെ ഞാൻ അടങ്ങൂ. ആര്യൻ ഇഷ്ടപ്പെട്ട ജീവിതത്തിൽ കൂടെ കൂട്ടിയത് ഒന്നും ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും ഇതുവരെ വിട്ട് കളഞ്ഞിട്ടില്ല, വിട്ട് കളയുകയുമില്ല. അവൻ പറഞ്ഞുകൊണ്ട് വീണ്ടും തിരിഞ്ഞു നടന്നു. എന്നാൽ ആ സമയം പഞ്ചമി അവന്റെ മുഖത്തേക്ക് നോക്കി. അത് ബ്രഹ്മദത്തനാണോ? അവൾ ചോദിച്ചു. എന്താ, നീ കണ്ടിട്ടില്ലേ അവനെ? ആര്യൻ ചോദിച്ചു. ഒരിക്കൽ മാത്രം കണ്ടിട്ടുണ്ട്, അവൾ പറഞ്ഞു. എന്ന് ഒരു മൂളൽ മാത്രം നൽകി അവൻ പിന്നെ അവളെയും കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുമ്പോഴും മനസ്സിൽ ബ്രഹ്മദത്തൻ പഞ്ചമിയെ നോക്കിയ ആ നോട്ടമായിരുന്നു. ആ സമയം പഞ്ചമിയുടെ മനസ്സിൽ ആര്യവീർ ഒത്തിരി സന്തോഷത്തോടെ ജീവിതത്തിലേക്ക് കൂട്ടിയത് ഒന്നും ഇതുവരെ വിട്ട് കളഞ്ഞിട്ടില്ല. ഇവളല്ലാതെ മറ്റൊരു പെണ്ണ് തന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നും പറഞ്ഞ ആ വാക്കുകളായിരുന്നു അവളുടെ മനസ്സിൽ. അവൾ മുഖം ചരിച്ച് ആര്യനെ നോക്കി. അപ്പോഴും മുഖത്ത് ഗൗരവം അണിഞ്ഞ് മുന്നിലേക്ക് നോക്കി നടക്കുന്ന ആര്യനെ തന്നെ നോക്കി അവൾ നടന്നു. നോക്കിക്കഴിഞ്ഞെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ കയറിയാലോ? അവൻ ചോദിച്ചു. പെട്ടെന്ന് അവൾ പറഞ്ഞു. മോൾക്ക് ഞാൻ ഒന്നും എടുത്തിട്ടില്ല, അവൾ പറഞ്ഞു. കുഴപ്പമില്ല, താൻ കഴിക്കുന്നതിൽ നിന്നും എന്തെങ്കിലും കൊടുത്താൽ മതി, അവൻ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. അവൾ ഒന്ന് മൂളി. അവർ അവിടെയുള്ള ഫുഡ് കോർട്ടിലേക്കാണ് നടന്നത്. അവനെ കണ്ടതും അവിടുത്തെ 2 സ്റ്റാഫ് അവരുടെ അടുത്തേക്ക് വന്നു. ഗുഡ് ഈവനിങ് സർ, അവർ പറഞ്ഞു. ആര്യനും തിരിച്ച് ഗുഡ് ഈവനിങ് പറഞ്ഞു. അവരുടെ കൂടെ നടന്നു. അപ്പോഴേക്കും കുഞ്ഞ് അവളുടെ കയ്യിലേക്ക് വന്നിരുന്നു. ആര്യൻ അവരോട് സംസാരിച്ചു കൊണ്ട് നടന്നപ്പോൾ കുഞ്ഞിൻ്റെ കയ്യിൽ ചുംബിച്ചും കുഞ്ഞിൻ്റെ മൂക്കിൽ സ്വന്തം മൂക്കരസിയും കുഞ്ഞിനെ കളിപ്പിച്ചും കൊഞ്ചിച്ചും അവൾ നടന്നു. എന്നാലും ആര്യൻ അവളുടെ ഒപ്പം തന്നെ നടന്നുകൊണ്ട് അവരോട് സംസാരിച്ചു. ഒരു ടേബിളിനടുത്ത് ആര്യൻ ചെന്ന് ഇരുന്നു. കൂടെ അവളും കുഞ്ഞിനെയും കൊണ്ട് ഇരുന്നു. പിന്നെ അവൻ്റെ അടുത്ത് നിൽക്കുന്ന ഓഫീസ് വേഷം ധരിച്ച 2 പേർ അപ്പോഴും അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കുഞ്ഞിനെയും കൊണ്ട് വാഷ്റൂമിലേക്ക് പോയിട്ട് വരാം എന്ന് അവൾ പറഞ്ഞതും ആര്യൻ അവളെ നോക്കി. ഒന്ന് മൂളുക മാത്രം ചെയ്തു. അവൾ കുഞ്ഞിൻ്റെ കൂടെ ബാത്റൂമിലേക്ക് പോകുന്നത് അവൻ നോക്കിക്കൊണ്ട് തന്നെ അവരോട് സംസാരിച്ചു. പഞ്ചമി കുഞ്ഞിനെയും കൊണ്ട് വാഷേരിയിലേക്ക് ചെന്നു. കുഞ്ഞിൻ്റെ കൈയും മുഖവും എല്ലാം തുടച്ചു കൊടുത്തു. അവളും കൈ കഴുകി തിരിഞ്ഞ് ആര്യൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നടക്കുമ്പോഴാണ് കുറച്ചു മുമ്പ് കണ്ട ആ 2 പേരെ, അരുന്ധതി പിന്നെ ബ്രഹ്മദത്തൻ, അവരെ 2 പേരെയും അവൾ വീണ്ടും കാണുന്നത്. അവളെ തന്നെ നോക്കി ഒരു ടേബിളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അവർ. അവരുടെ നോട്ടം കണ്ടതും അവൾ കുഞ്ഞിനെ ഒന്നുകൂടി അവളിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് വേഗം നടന്നു ആര്യൻ ഇരിക്കുന്നിടത്തേക്ക്. അപ്പോഴും അവരെ തന്നെ നോക്കി ആര്യൻ അവരോട് സംസാരിക്കുകയായിരുന്നു. പഞ്ചമിയും കുഞ്ഞും അടുത്തെത്തിയതും അവർ ആര്യനോട് പറഞ്ഞ് അവിടെ നിന്ന് പോയി. ഭക്ഷണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയാം, ആര്യൻ പറഞ്ഞു. വേണ്ട, കുഴപ്പമില്ല, അവൾ പറഞ്ഞു. പഞ്ചമി പിന്നെ കുഞ്ഞിനെ മടിയിൽ വെച്ചതും കുഞ്ഞ് കൈകുത്തി ടേബിളിലേക്ക് കയറാൻ നോക്കുന്നത് കണ്ട് അവൾ കുഞ്ഞിനെ ടേബിളിലേക്ക് ഇരുത്തി. വീഴാതെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും ആര്യൻ പറഞ്ഞ ഫുഡെല്ലാം എത്തി. ആദ്യം ചിക്കൻ സ്റ്റീംഡ് മൊമോസ്, ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പ്, ഗീ റൈസ് പ്ലസ് പെപ്പർ ചിക്കൻ റോസ്റ്റ്, ബട്ടർ നാൻ, പനീർ ബട്ടർ മസാല, കുഞ്ഞിനായിട്ട് വാം വാട്ടർ, ഇതെല്ലാം പറഞ്ഞിരുന്നു. അവൾ ഗീ റൈസ് കുറേശ്ശെ എടുത്ത് കുഞ്ഞിൻ്റെ വായിലേക്ക് വച്ചു കൊടുത്തു. അപ്പോഴേക്കും ആര്യനുള്ള ഫുഡ് വന്നിരുന്നു. ബ്ലാക്ക് കോഫി, ഗ്രിൽഡ് ചിക്കൻ പ്ലാറ്റർ. കുറേശ്ശെയായി കുഞ്ഞിന് റൈസ് അവൾ കൊടുത്തു. അപ്പോഴാണ് കുഞ്ഞ് സൂപ്പിൽ കൈ ചൂണ്ടുന്നത്. അവൾക്ക് അത് കൊടുക്കാൻ ചെറിയ മടിയുണ്ടായിരുന്നു. കുഞ്ഞിന് അതെല്ലാം കൊടുക്കാറുണ്ടോ എന്ന് അറിയില്ലല്ലോ. ആര്യനോട് ചോദിക്കാനും അവൾക്ക് മടി പോലെ തോന്നിയതും സൂപ്പ് കുഞ്ഞിന് കൊടുത്തോളൂ, മോള് കഴിക്കാറുണ്ട്. അവൾക്ക് എല്ലാത്തരം ഭക്ഷണവും ഞാൻ കൊടുക്കുമായിരുന്നു. ഞാൻ കഴിക്കുന്നത് എന്തും. അല്ലാതെ മുലപ്പാൽ മാത്രം കുടിച്ച് വളരാൻ പറ്റിയൊരു സാഹചര്യമല്ല എൻ്റെ കുഞ്ഞിനുണ്ടായിരുന്നത്. ആര്യൻ ഗൗരവത്തിൽ പറഞ്ഞതും അവളുടെ മുഖം മാറി. അവൾ സ്പൂണിൽ കുറേശ്ശെയായി സൂപ്പ് എടുത്ത് ഊതി ചൂട് മാറ്റി കുഞ്ഞിൻ്റെ വായിലേക്ക് വച്ചു കൊടുത്തു. സാധാരണ കുഞ്ഞുങ്ങളെപ്പോലെ ഭക്ഷണത്തിൽ കൈയിട്ട് വാരുകയോ അതിനുവേണ്ടി തിരക്ക് കൂട്ടുകയോ ഒന്നും ചെയ്യുന്നില്ല എന്ന് അവൾ ശ്രദ്ധിച്ചു. ഈ അച്ഛൻ്റെ മകളല്ലേ, ഇങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് അവൾക്ക് തോന്നി. അവൾ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നത് നോക്കിക്കൊണ്ട് അവൻ കഴിച്ചു. അവൻ വളരെ ശ്രദ്ധയോടെ സ്പൂണും ഫോർക്കും വെച്ചാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന് അവളും ശ്രദ്ധിച്ചു. അവൻ കഴിച്ചു കഴിഞ്ഞ് കൈ തുടച്ചതും കുഞ്ഞും അത്യാവശ്യം ഭക്ഷണം കഴിച്ച് വയറ് നിറച്ചിരുന്നു. പിന്നെ അവൾ കഴിക്കാതെ കളിക്കാൻ തുടങ്ങുന്നത് കണ്ടതും ആര്യൻ കുഞ്ഞിനെ വാങ്ങി മടിയിൽ വെച്ചു. ഇനി താൻ കഴിക്ക്,
ആര്യൻ പറഞ്ഞു. കുഞ്ഞ് കഴിച്ചു വച്ചതിൻ്റെ ബാക്കി അവൾ കഴിക്കാൻ തുടങ്ങി. കുറച്ച് മാറിയിരുന്ന അരുന്ധതിക്ക് അതെല്ലാം കണ്ടിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ആര്യൻ ഗൗരവത്തിലാണ് എങ്കിലും അവൻ കാണിക്കുന്ന കെയറിങ് എല്ലാം അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോഴും അവൻ്റെ ശ്രദ്ധ പഞ്ചമിയുടെയും കുഞ്ഞിൻ്റെയും മുഖത്തായിരുന്നു എന്നതും അവൾ ശ്രദ്ധിച്ചു. എന്നാൽ അതൊന്നും അറിയാതെ കുഞ്ഞിനെ മാത്രം ശ്രദ്ധിച്ച് ഭക്ഷണം കൊടുക്കുന്ന പഞ്ചമിയിലായിരുന്നു ബ്രഹ്മദത്തൻ്റെ നോട്ടം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും രണ്ടുപേരും ഒരുമിച്ച് തന്നെ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി. മുന്നിലെ ഭക്ഷണത്തിൽ സ്പൂൺ കൊണ്ട് ഇളക്കിക്കൊണ്ട് അസ്വസ്ഥതയോടെ ഇരിക്കുകയായിരുന്നു അരുന്ധതി. പഞ്ചമി കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നതും എത്ര നന്നായിട്ടാണ് അവൾ കുഞ്ഞിനെ നോക്കുന്നതും പരിചരിക്കുന്നതും എന്നും അരുന്ധതി കണ്ടു. അവൾ പല്ല് കടിച്ച് അത് നോക്കി ഇരിക്കുകയായിരുന്നു. ഇത്രയും പെട്ടെന്ന് ആര്യവീർ മാറിയോ? തനിക്ക് വേണ്ടി പോലും ഭക്ഷണശേഷം ആര്യൻ ഇതുപോലെ കാത്തിരുന്നിട്ടില്ല എന്ന് അവൾക്ക് തോന്നി. എന്നാൽ അവളെക്കാൾ ദേഷ്യത്തോടെ ഇരിക്കുകയായിരുന്നു ബ്രഹ്മദത്തൻ. കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുമ്പോൾ ആര്യൻ അവളുടെ പ്ലേറ്റിലേക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നത് കണ്ട് ബ്രഹ്മദത്തന് ദേഷ്യം തോന്നിയിരുന്നു. വാഷ്റൂമിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ കുഞ്ഞിൻ്റെ മുഖം തുടച്ചു കൊടുത്തുകൊണ്ട് പഞ്ചമി കുഞ്ഞിനെ ആര്യൻ്റെ കയ്യിൽ നിന്നും വാങ്ങി. ആര്യൻ അപ്പോഴും അവളോട് ചേർന്ന് തന്നെയാണ് നടന്നത്. അവർ രണ്ടുപേരും കുഞ്ഞിനെയും കൊണ്ട് നടന്നു പോകുന്നത് നോക്കി തന്നെ അരുന്ധതിയും ബ്രഹ്മദത്തനും ഇരുന്നു. എത്രയും പെട്ടെന്ന് അവനിൽ നിന്നും അവളെ അകറ്റിയിരിക്കണം ഏട്ടാ. ഒരു പെണ്ണും മറ്റൊരു പെണ്ണും അവൻ്റെ കൂടെ ജീവിക്കേണ്ട. അതിന് ഞാൻ സമ്മതിക്കില്ല. മറ്റൊരു പെണ്ണിനും അവൻ്റെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കാനല്ല ഞാൻ അവൻ്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്, ദേഷ്യത്തോടെ അരുന്ധതി പറഞ്ഞു. അല്ലെങ്കിലും അവളെ അവൻ്റെ ഒപ്പം വാഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല, ബ്രഹ്മദത്തനും പറഞ്ഞു. അവർ അവിടെ നിന്നും ഹോസ്പിറ്റലിലേക്കാണ് പോയത്. ഡോക്ടർ അവർ ചെല്ലുമ്പോൾ മുത്തശ്ശി പരിശോധിക്കുകയായിരുന്നു. ഡോക്ടറെ കണ്ടതും എങ്ങനെയുണ്ട് എന്ന് ആര്യൻ ചോദിച്ചു. സർ, മുത്തശ്ശിക്ക് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ ഡിസ്ചാർജ് ചെയ്യാം, ഡോക്ടർ പറഞ്ഞു. അതിന് ആര്യൻ ഓക്കെ പറഞ്ഞു. മുത്തശ്ശിയുടെ മുഖത്തും അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായിരുന്നു. എന്നാൽ അത് കേട്ട് പഞ്ചമിയുടെ മുഖത്ത് ടെൻഷനായിരുന്നു. അങ്ങനെയാണെങ്കിൽ നാളെ താൻ പുലിക്കാട്ടിൽ വീട്ടിലേക്ക് പോകേണ്ടി വരുമെന്ന് അവൾക്കറിയാമായിരുന്നു. അവിടെയുള്ളവരുടെ കൂടെ എങ്ങനെ തനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അവർ തന്നോട് എങ്ങനെയായിരിക്കും പെരുമാറുന്നത് എന്നെല്ലാമാണ് ആ സമയം അവളുടെ മനസ്സിലൂടെ കടന്നു പോയത്. അത് അവളുടെ മുഖത്ത് നോക്കിയ ആര്യന് മനസ്സിലാവുകയും ചെയ്തു. ഡോക്ടർമാരും നേഴ്സുമാരും പോയതും മുത്തശ്ശി ഒത്തിരി സന്തോഷത്തോടെ, ഇപ്പോഴാണ് എനിക്ക് ശ്വാസം നേരെ വീണത്, എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ വീട്ടിൽ പോയാൽ മതി, മുത്തശ്ശി പറഞ്ഞു. അത്രയും മടുത്തു പോയിരുന്നോ ഇവിടെ? ആര്യൻ ചോദിച്ചു. പിന്നല്ലാതെ, എനിക്ക് ഇവിടെ നിന്നും വീട്ടിലേക്ക് ചെന്നാൽ തന്നെ പകുതി അസുഖം എൻ്റെ മാറും, മുത്തശ്ശി പറഞ്ഞു. അതുമാത്രമോ, ഈ കുഞ്ഞ് ഈ 2 റൂമുകൾക്കുള്ളിൽ കിടന്ന് വീർപ്പുമുട്ടാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അവിടെയാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ കൊണ്ട് നടക്കുമായിരുന്നില്ലേ, ആരെങ്കിലും എല്ലാം എടുത്തുകൊണ്ട്. പിന്നെ അതുമാത്രമോ, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് നിന്റെ ഭാര്യയായിട്ട് പഞ്ചമിയെ ഇതുവരെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല, ഇവളുടെ ഗൃഹപ്രവേശം നടത്തിയിട്ടില്ല. അതുകൊണ്ട് അതും എല്ലാം കൂടി നടത്തണം. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ, മുത്തശ്ശി പറഞ്ഞു. ആര്യൻ മുത്തശ്ശിയെയും ചെറിയൊരു ടെൻഷൻ അവിടെ നിൽക്കുന്ന പഞ്ചമിയെയും നോക്കിക്കൊണ്ട് അവിടെ നിന്നും റൂമിലേക്ക് പോകാനായി ഡോർ തുറക്കാൻ പോയ ആര്യനെ, ആര്യ, മുത്തശ്ശി വിളിച്ചു. നാളെ പോവുകയാണെങ്കിൽ രാവിലെ തന്നെ പോകാൻ പറ്റുമോ എന്ന് ചോദിക്കണം. പിന്നെ മോൾക്ക് ധരിക്കാനുള്ള ഒരു സാരിയും വേണം, ഗൃഹപ്രവേശം നടത്താനുള്ളതാണ്, മുത്തശ്ശി പറഞ്ഞു. ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് പറഞ്ഞതും ഒരു ഞെട്ടലോടെ പഞ്ചമി അവൻ്റെ മുഖത്തേക്ക് നോക്കി. മുത്തശ്ശിക്കും അത് ഒരു അത്ഭുതമായിരുന്നു. ആര്യം റൂമിൽ നിന്ന് പുറത്തേക്ക് പോയതും മുത്തശ്ശി പഞ്ചമിയെ നോക്കി. എന്തുപറ്റി മോളെ, മുത്തശ്ശി ചോദിച്ചു. സാരി വാങ്ങിയോ? ഞാൻ കണ്ടില്ലായിരുന്നല്ലോ. അവൾ അറിയാതെ അവളുടെ വായിൽ നിന്നും വന്നത് ആയിരുന്നു. അപ്പോൾ മോൾ ഡ്രസ്സൊന്നും എടുത്തില്ലായിരുന്നോ? മുത്തശ്ശി ചോദിച്ചു. ഞാൻ ചുരിദാർ മാത്രമാണ് എടുത്തത്, അവൾ പറഞ്ഞു. അതെയോ? അത് കേട്ടതും ഒരു കള്ളച്ചിരിയോടെ ആര്യൻ പുറത്തേക്ക് പോയ ഡോറിലേക്ക് ഒന്ന് നോക്കി മുത്തശ്ശി. ദേവാ എന്നുള്ള ആര്യൻ്റെ ലിവിംഗ് റൂമിൽ നിന്നുള്ള വിളി കേട്ടതും പഞ്ചമി ഒന്ന് ഞെട്ടി. അതുപോലെ തന്നെ മുത്തശ്ശിയും ഞെട്ടിയിരുന്നു. അവൻ്റെ ആ വിളി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ദേവ. അതുതന്നെയായിരുന്നു മുത്തശ്ശിയുടെയും അവസ്ഥ. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു വരിയായിട്ട് കമൻറ്റ് ചെയ്യാനും
പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും സ്റ്റോറി കേൾക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.